റഷ്യയിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തി. 5 തുടർചലനങ്ങൾ ഉണ്ടായി എന്നും റിപ്പോർട്ട് വരുന്നു റഷ്യയിൽ നിന്ന്. ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പും വന്നിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. റഷ്യയിലെ കിഴക്കൻ കാംചത്ക എന്ന് പറയുന്ന മേഖലയിലാണ്. അതൊരു ഉപഭൂഖണ്ഡമാണ്. അവിടെയാണ് ഇന്ന് രാവിലെ 6:58 ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മൊമെന്റ് സ്കെയിലിൽ 7.8 തീവ്രതയാണ് ഈ ഭൂചലനത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7.8% തീവ്രത എന്ന് പറയുമ്പോൾ അത് വലിയ തീവ്രതയുള്ള ഭൂകമ്പത്തിന്റെ ലിസ്റ്റിൽ വരുന്ന ഭൂകമ്പം തന്നെയാണ്. എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ല, വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴെയാണ് ഇതിന്റെ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് പ്രഭവ കേന്ദ്രം ആയിട്ട് കാണിക്കുന്നത്. ഈ പ്രഭവ കേന്ദ്രത്തിന് ചുറ്റും തുടർ ചലനങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള സമുദ്രത്തിലും തിരമാലകളുടെ ഉയരം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുനാമി മുന്നറിയിപ്പ് കറിൽ ദ്വീപുകൾക്കും അലാസ്കയ്ക്കും ഒക്കെ ഉൾപ്പെടെ ഒരു സുനാമി മുന്നറിയിപ്പ് US ജിയോളജിക്കൽ സർവേ നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ആ സുനാമി മുന്നറിയിപ്പ് പിൻവലിക്കുകയുണ്ടായി. ഇത് ഈ മേഖലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പസഫിക് ഓഷ്യനിലെ എപ്പോഴും ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ് ഈ പറയുന്ന റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ആ റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ഇപ്പോൾ ഈ ഭൂകമ്പം സംഭവിച്ച കാംചത്ക മേഖലയും വരുന്നത്. അതുകൊണ്ട് തന്നെ 1900-ന് ശേഷം 133ഓളം അതിശക്തമായ ഭൂകമ്പം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തിടെയുള്ള ഭൂകമ്പങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈയിൽ ഇവിടെ ശക്തമായ ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഓഗസ്റ്റിലെ ആദ്യ മാസത്തിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയും ഈ മേഖലയിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഭൂചലനം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. മാത്രവുമല്ല, ഓഗസ്റ്റിൽ അവിടെ ക്രഷ്നിനിക്കോവ എന്ന് പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും അതേ തുടർന്ന് ചില നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഭൂമിയുടെ ഉപരിതലത്തിന് 10 കിലോമീറ്റർ താഴെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം വന്നിരിക്കുന്നത്. എന്നതുകൊണ്ട് വലിയ അപകടങ്ങൾ സംഭവിക്കാവുന്നതായിരുന്നു. പക്ഷെ ആളപായം സംഭവിച്ചിട്ടില്ല. പല കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രാദേശിക ഗവർണറായിട്ടുള്ള വൊളോദിമീർ സൊളോഡോവ് പറഞ്ഞിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളപായം ഉണ്ടായതായിട്ടില്ല, വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തു തന്നെയായാലും ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായി. ഇനി തുടർ ചലനങ്ങൾ 5 തവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭൂചലനങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ട ഭൂകമ്പ പ്രതിരോധ നടപടികൾ ഭരണകൂടം സ്വീകരിക്കുകയാണെന്നാണ് വൊളോദിമീർ സൊളോദോവ് പറഞ്ഞിരിക്കുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.